മുറുകൂട്ടി എന്നറിയപ്പെടുന്ന ഇത് ചില്ലറക്കാരനല്ല. കാരണം ഇതിൻ്റെ നീരിന് രാജ്യാന്തര വിപണിയിൽ ഒരു മില്ലിഗ്രാമിന് 6000 രൂപയോളം വിലയുണ്ട്. മുറുകൂട്ടിയെ പോലെ തന്നെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണിത്. മൃതസഞ്ജീവനി, അയ്യപ്പാന, മുറുകൂട്ടി, നാഗവെറ്റില എന്നിങ്ങനെ പല പേരിൽ ഇതറിയപ്പെടുന്നു. പല പ്രദേശങ്ങളിലും പല പേരുകളിലാണ് ഇവിടെ ഔഷധ സസ്യം അറിയപ്പെടുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇത് മുറുകൂട്ടി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഇതാണ് എല്ലാവരുടെയും വീടുകളിൽ കാണപ്പെടുന്ന മുറുകൂട്ടി എന്ന ഔഷധ സസ്യം. മുറിവുകൾ പെട്ടെന്ന് ഉണക്കാൻ സഹായിക്കുന്നത് ആക്ടിയോസിഡ് എന്നൊരു സംയുക്തമാണെന്ന് ഈയിടയ്ക്ക് നമ്മുടെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നീരിന് നല്ല ഡിമാൻഡാണ് ഇപ്പോൾ ഉള്ളത്. ഈ ചെടിക്ക് മെയിൻ്റനൻസ് വളരെ കുറവാണ്. എല്ലാ കാലാവസ്ഥയിലും നല്ല രീതിയിൽ വളരുന്നൊരു ഔഷധ സസ്യമാണിത്. ഇതിൻ്റെ ഇലക്ക് കീടബാധയിൽ ഏൽക്കുന്നത് വളരെ കുറവാണ്. കാരണം മുറിവ് ഉണക്കാൻ സഹായിക്കുന്ന ആക്ടിയോസിഡ് എന്ന സംയുക്തത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ടായിരിക്കും. മുറുകൂട്ടിയുടെ ഇല കാണപ്പെടുന്നത് മുകൾ ഭാഗം പച്ച കളറും അടിഭാഗം വയലറ്റ് കളറിലുമാണ്. ഈ കാണുന്ന നീരാണ് ഈ മുറിവുകൾ പെട്ടെന്ന് ഉണക്കാൻ സഹായിക്കുന്നത്. ഇതിന് രാജ്യാന്തര വിപണിയിൽ ഒരു മില്ലിഗ്രാമിന് 6000 രൂപയോളം വിലയുണ്ട്. ഇതിൻ്റെ നീരുകൾ എടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകൾ ആദ്യം പറിച്ചെടുക്കണം. ശേഷം കൈകൾ ഉപയോഗിച്ച് പിഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ നീരുകൾ എടുക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന മുറിവുകൾ പെട്ടെന്ന് ഉണക്കാനും അതിൽ നിന്ന് വരുന്ന ബ്ലീഡിങ് താൽക്കാലികമായി നിർത്താനും ഇത് ഉപയോഗിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ നീര് നമ്മൾ എടുക്കുന്നത്. വയലറ്റ് കളറാണ് ഇതിൻ്റെ നീരിനുണ്ടാകുന്നത്. നല്ല രീതിയിലുള്ള സ്മെല്ലാണ് ഇതിനുള്ളത്. ഇലയുടെ അടിഭാഗം വയലറ്റ് കളറും മുകൾ ഭാഗം പച്ച കളറുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് മൃതസഞ്ജീവനി. ഞങ്ങളുടെ നാട്ടിൽ മുറുകൂട്ടി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അയ്യപ്പാന, നാഗവെറ്റില, മൃതസഞ്ജീവനി എന്നിങ്ങനെ പല പേരിൽ പല നാട്ടിൽ ഇതറിയപ്പെടുന്നു. ഇതിൻ്റെ ഇല ചതച്ച് മുറിവിൽ കെട്ടിവെക്കുന്നത് മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കുന്നു. പൈൽസ്, ഹെർണിയ, തലവേദന, വൈറസ് സംബന്ധമായ രോഗങ്ങൾ ഇതിനെല്ലാം മരുന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ത്വക്ക് രോഗങ്ങൾക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എണ്ണ കാച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. മൃതസഞ്ജീവനി എന്ന് പേര് വരാൻ കാരണം ഇതെല്ലാ രോഗങ്ങൾക്കും മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് മൃഗങ്ങൾക്ക് വരെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഇല അരച്ച് പാലിൽ ചേർത്താണ് കഴിക്കാറ്. വിഷചികിത്സക്കായിട്ട് ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്നു. കുഴിനകത്തിൻ്റെ ഒരു മരുന്നായിട്ടും ഇത് ഉപയോഗിക്കുന്നു. ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൈലാഞ്ചി അരക്കുന്ന പോലെ തന്നെയാണ് അരച്ചിട്ട് കുഴിനകമുള്ള സ്ഥലത്ത് പുരട്ടുക.